വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൂം ടൂർ പോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ റൂം ടൂർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. അതിനുള്ള കാരണങ്ങൾ ഞാൻ എന്തായാലും വഴിയെ പറയാം. അപ്പോൾ ഏതായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ ഇടയിൽ മെയിനായിട്ട് കാണാനുള്ള കാര്യങ്ങളാണ്, അതായത് വീഡിയോ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം ഇതൊക്കെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു 6-7 മാസം, കറക്റ്റ് 6 മാസം തന്നെ ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ 6 മാസം ഞാൻ ഇവിടെ നിന്നപ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങളും പിന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വാങ്ങിയതും അങ്ങനെ എല്ലാം കൂടെയുള്ള സാധനങ്ങളിൽ എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയത് പകുതി സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ ഇവിടുന്ന്. ആ കൂട്ടത്തിൽ കുറേ എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെ വെച്ചപ്പോൾ തന്നെ ഓൾറെഡി വെയിറ്റ് കൂടി. പിന്നെ ബാക്കി ഇത്രയും സാധനങ്ങൾ, അതായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതിലുള്ള അത്രയും സാധനങ്ങൾ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതിലാദ്യം തന്നെ കണ്ട ആ ജ്വല്ലറീൻ്റെ പാക്കറ്റ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് വാങ്ങി തന്ന ചെയിനിൻ്റെ ആയിരുന്നു. ചെയിനും കത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ വേറെ എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലിപ്പൊക്കെ. ശരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വ്ലോഗ് പോലെ ഇടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിനൊക്കെ പോകുന്ന ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ എന്താണെന്ന് അറിയില്ല, നാട്ടിലെത്തിയതിന് ശേഷം തിരക്കായിരുന്നു. അതിന് ശേഷം എനിക്ക് ആ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ഫുൾ വീഡിയോസ് എൻ്റെ ഫോണിൽ കിടക്കുന്നത്. ഇത്രയും ലേറ്റായിട്ട് ഇനി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടാണ്. അതിനിടയിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുള്ള വീഡിയോസാണ്. അപ്പം ഇതങ്ങനെ ആ ഒരു വീഡിയോയിൽ ഞാനെല്ലാം പറയാനൊക്കെ വെച്ചായിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു ട്രാവലിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് കാണണേ, ഞാൻ മേലെ കൊടുത്തേക്കാം. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ, ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത സാധനങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഇതൊക്കെ ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. കാലിപ്പൊട്ടികളുണ്ട്, അതൊക്കെ ശരിക്കും ആക്രികളൊന്നും ഞാൻ ഒരിക്കലും വെറുതെ വിടാറില്ല. ആക്രി സാധനങ്ങളാണെങ്കിലും അങ്ങനത്തെ അവിടെ നിന്നൊക്കെ കിട്ടിയൊക്കെ ഞാൻ പെറുക്കിയിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കുറച്ചൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ കുറച്ച് നാട്ടിലേക്ക് എത്തി, കുറച്ച് ഇവിടെ ആയിപ്പോയി, അങ്ങനെയാണ് അവസ്ഥ. പിന്നെ ഇതിൽ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ ബീറ്ററൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടുന്ന് വാങ്ങിയ കുറേ ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 2-3 ടൈപ്പ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതായിരുന്നു പ്രശ്നം പറ്റിയത്. അതും പിന്നെ ന്യൂട്ടല പോലത്തെ ഒരു ക്രീമിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടായിരുന്നു, അത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ചോക്ലേറ്റ് ഒന്നും കുഴപ്പമില്ല, ഡേറ്റ് ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി, സാവകാശം നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല. ചൂടത്ത് വെച്ചപ്പം ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രസ്സുകൾ, എൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ എവിടെയായിരുന്നു ഉള്ളത്. പക്ഷേ അതിൽ കാര്യമായിട്ട് വേണ്ട 1-2 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ സൈസൊക്കെ ഇപ്പം ചെറുതായിട്ട് ഇടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു സംഗതിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ, പിന്നെ നെയിൽ പോളിഷ് എനിക്ക് തോന്നുന്നു 12 ഉള്ളൊരു സെറ്റായിരുന്നു. ഞാൻ നാട്ടിലെത്തിയപ്പോൾ നെയിൽ പോളിഷ് വേറെ വാങ്ങേണ്ടി വന്നു. ഓൾറെഡി അതുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ക്ലിപ്പ്, ഇതിലൊന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതോ ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പം ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. ഞാനത് കുറേ യൂസ് ചെയ്ത ക്ലിപ്പാണ്. പക്ഷേ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ അവിടെ അയച്ചു വെച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ല. കുറേ സമയം അവിടെ തപ്പി. എനിക്കങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്തൊരു വിഷമവും ടെൻഷനൊക്കെ ആയിരിക്കും. പക്ഷേ അത് കുറേ തപ്പിയെങ്കിലും കിട്ടിയില്ല. പിന്നെ അത് എന്ത് ചെയ്യാനാ, അങ്ങനെ അങ്ങ് വിട്ടു. ഇതിലാണെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വെച്ച പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ 2-3 കാറുണ്ടായിരുന്നു, അങ്ങനെ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അതുപോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അന്ന് ആ പെട്ടി പാക്ക് ചെയ്യുന്നതിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്തൊക്കെ ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ വെക്കേണ്ടതെന്നൊന്നും നോക്കിയിട്ടില്ല. കൈ കിട്ടിയതൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് നോക്കി. എന്നാൽ അത് ആ ഒരു മെഷീൻ എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ ഒരു മെഷീനായിരുന്നു വെയിറ്റ് നോക്കുന്നത്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് അത് ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചടിക്ക് കൊണ്ടുപോകണം, ഉറങ്ങിയിട്ടൊക്കെ രാവിലെ എഴുന്നേറ്റൊക്കെ വരണ്ടേ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് വെയിറ്റൊക്കെ നോക്കിയിട്ട് എല്ലാം കലബിലായിപ്പോയി. അതാണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ആയിപ്പോയി, കുറേ വേണ്ടാത്തതൊക്കെ അങ്ങ് എടുത്തു. അങ്ങനത്തെ അവസ്ഥ. പക്ഷേ നാട്ടിൽ കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നു ഒരു 3/4 ഭാഗം വേണ്ട സാധനങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും പെട്ടെന്ന് പോകാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൽ അങ്ങനെ എന്താ പറയുക, സാധനങ്ങളൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാം സേഫായിട്ട് തന്നെ. ഞാൻ അന്നേരം തന്നെ എൻ്റെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ട് അതേപോലെ പേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പേക്കാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ കാറൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ കളിപ്പാട്ടല്ലേ, അപ്പോൾ അച്ഛനമ്മയൊന്നും എടുത്ത് നോക്കുന്നല്ലാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തത്. പിന്നെ ഈ ഒരു സംഭവം നേരത്തെ പറഞ്ഞ ആക്രിയിൽപ്പെട്ടതാട്ടോ. അത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്. ഞാനത് സേഫായിട്ട് ഇങ്ങനെ
ഇങ്ങനെ കൊണ്ടുവച്ചതാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓരോ സാധനങ്ങൾ എന്തിനാ വാങ്ങിയെന്ന് അറിയില്ല. പിന്നെ ഇത് കാര്യമായിട്ട് റൂം ഫ്രഷ്നർ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിയതായിരുന്നു, അതും ഇവിടെ ആയിപ്പോയി. ഈ ഒലേൻ്റെ ഫേസ് ക്രീം ഒക്കെ ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, പക്ഷേ ഇതിൻ്റെ ഫേസ് വാഷ് മാത്രമാണ് നാട്ടിലെത്തിയത്. അതേപോലെ പെർഫ്യൂം, ഹാൻഡ് വാഷ്, ബാത്ത് ടവൽ, പിന്നെ എൻ്റെ പുതപ്പ് എല്ലാം ഇവിടെയായിരുന്നു ഉള്ളത്. പക്ഷേ ഈ പുതപ്പ് പിന്നെ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി ഒരു പുതപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് യൂസ് ചെയ്തത്. പിന്നെ ഈ കാണുന്ന സാധനമൊക്കെ ഞാൻ ഇപ്പോൾ വന്നതിന് ശേഷം വാങ്ങിയതാണ്. ഇപ്പോൾ ഇതൊന്നും അല്ലാത്ത അവസ്ഥ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്തിരുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ പോകാനായിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് സാധനങ്ങൾ. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത്. ഈ കാർഗോ ആയൊക്കെ വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക, കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. പിന്നെ ഈ ഒരു സംഭവം ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ട് പെട്ടതാണ് കേട്ടോ. ഈ ഒരു ജ്വല്ലറി, അതായത് മേക്കപ്പിൻ്റെ ഒക്കെ ഇട്ട് വെക്കുന്നൊരു ബോക്സാണ്. നമുക്ക് ജ്വല്ലറീസും ഇട്ട് വെക്കാം. പിന്നെ അതേപോലെ ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നല്ല സേഫായിട്ട് ഞാനിങ്ങനെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച പോലെ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒന്നും ആയിട്ടൊന്നുമില്ല. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫാൻസി തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വാങ്ങിയതല്ല. എൻ്റെ കസിൻസിനും, അതായത് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അവർക്കൊന്നും ഇത് ഭാഗ്യമില്ലായിരുന്നു കിട്ടാനുള്ള. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ കാണിക്കുന്നതൊക്കെ ഇവിടെ ഞാൻ വന്നതിന് ശേഷം വാങ്ങിയതാണ്. ഈ ഒരു ക്ലിപ്പൊക്കെ ഞാൻ വന്നതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ മിറർ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഒരു മിറർ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപെട്ടത് ഈ ലൈറ്റുള്ള മിററാണ്. പിന്നെ പറയണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊന്നും നോക്കാണ്ട് അത് എടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നോട്ടും, എൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുണ്ടെങ്കിൽ ഇതാ ചോക്ലേറ്റൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഈ ഒരു കപ്പും ഞാൻ ആ സമയത്ത് വന്ന സമയത്ത് വാങ്ങിയതാണ്. അതിൽ കുറച്ച് പൈസ ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ റൂമിലല്ല. ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ ഇപ്പുറത്ത് എ സി ഒക്കെ സെറ്റാക്കി. ആ സമയത്ത് അവിടെ ഫാൻ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ എ സി കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ എ സി ഒക്കെ സെറ്റാക്കിയിട്ട് മറ്റേ എൻ്റെ റൂമിൽ തന്നെ മാറിയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ 3 റൂമുണ്ട്. അതിൽ ആ റൂമിൽ എപ്പോൾ വേണമെങ്കിലും ആൾ വരാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേങ്കിൽ നിലവിൽ ഇപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ റൂം മാറിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കുഞ്ഞു ബെഡും, അതിൽ എൻ്റെ ഓൾറെഡി മുന്നേ വാങ്ങിയതാണ് ആ ഒരു ടെഡി. ലാസ്റ്റ് ഈ ഒരു കീ ചെയിൻ, അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ചതായിരുന്നു. ഈ റൂമിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ മറ്റേ റൂമിൻ്റെ വീഡിയോ കൂടെ പറ്റുവാണെങ്കിൽ റൂം ടൂർ പോലെ ചെയ്യാം. അപ്പോൾ എനിക്കെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ടാറ്റാ.